സർക്കാർ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വീണ്ടും സജീവമാകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ രാഷ്ട്രീയ വിവാദമായി മാറിയ കേസിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ LDF സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ട് നൽകിയിരുന്നു. സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് CPM ബോധപൂർവം സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്നായിരുന്നു UDFന്റെ ആരോപണം. അനീഷ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, കാഫിർ സ്ക്രീൻഷോട്ട് വീണ്ടും വരികയാണ്. എന്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്? ഹരി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് KK ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും രണ്ട് ഗ്ലാമർ താരങ്ങൾ തമ്മിലുള്ള പോരാട്ടം നടന്ന വടകര മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു കാഫിർ സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പ് തലേന്ന് പ്രചരിക്കപ്പെട്ടത്. ഇത് UDF ക്യാമ്പ് ബോധപൂർവം LDFന് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ KK ശൈലജ ടീച്ചറിന് വോട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരം സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നായിരുന്നു LDF ആരോപിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു MSF നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ ഈ കൃത്യത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണ്. അവർ തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നായിരുന്നു UDF വാദിച്ചത്. ഇത്തരത്തിൽ ഈ CPM നേതാക്കളെയൊക്കെ അടക്കം, അല്ലെങ്കിൽ CPMന്റെ താഴെത്തട്ടിലെ സൈബർ പോരാളികളെയൊക്കെ അടക്കം പ്രതികളാക്കി കേസെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കേസിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയില്ല എന്ന് അന്നു മുതൽ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ആരോപിച്ചിരുന്നു. അതായത് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്നും നിർമ്മിച്ച് എവിടേക്ക് പോയത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മെറ്റയിൽ നിന്നടക്കം കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഇത് ചൂണ്ടിക്കാണിച്ച് പ്രതികളിലേക്ക് കൃത്യമായി എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാൻ കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ UDF ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം UDF സർക്കാർ അധികാരത്തിലേറിയതോടുകൂടി കുറ്റ്യാടി MLA ആയ പാറക്കൽ അബ്ദുള്ള ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. എന്തായാലും ഈ ആവശ്യത്തിനാണ് ഒരു അംഗീകാരം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ SP കേസിന്റെ മേൽനോട്ടം വഹിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T മനോഹരനാണ് ആ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. വടകര പോലീസ് സ്റ്റേഷനിലെ അടക്കം 7 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഈ കേസ് അന്വേഷണത്തിന്റെ ടീമിൽ ഉണ്ട്. എന്തായാലും CPM ആണ് ഇത്തരമൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന വ്യാപകമായ ഒരു പ്രചാരണം UDF നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് MSFന്റെ നേതാവ് മുഹമ്മദ് കാസിമിന്റെ പേരിൽ കേസെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തം, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യം ഹൈക്കോടതിയിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കേസ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ കാസ്മിന്റെ മൊബൈൽ ഫോൺ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കൈവശമാണ്. ഒപ്പം വിദേശത്തേക്ക് പോകുന്നതിനടക്കം അദ്ദേഹത്തിന് തടസ്സമാകുന്ന ഒരു കാര്യവുമുണ്ട്. ഇടത് സൈബർ